അച്ഛന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അച്ഛനും ചെറിയമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ അവനും ഓടിച്ചെന്നു. മോൻ പോയി അകത്ത് അച്ചോളുടെ കൂടെ ഇരിക്കെ, അച്ഛനും ചെറിയമ്മയും ഇപ്പൊ വരാം. അവൻ തിരികെ നടന്നു. അമ്മ എവിടെ പോകുമ്പോഴും അവനെ കൊണ്ടുപോകും. ബൈക്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും നടുവിലിരുന്നാണ് അവൻ പോവാറ്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞൂട്ടാ, അവരുടെ പിന്നാലെ പോണ്ടാന്ന്. ശരിയാണ്, അച്ചോള് വിളിച്ചതാണ്. പക്ഷേ അച്ഛൻ കൊണ്ടുവന്ന് കരുതി. ഇന്ന് വൈകുന്നേരം അച്ചോള് പോകും. അച്ഛൻ്റെ കല്യാണമായതുകൊണ്ട് വന്നതാണ്. അമ്മ മരിച്ച് പിന്നെ കുഞ്ഞൂട്ടൻ ഏതു നേരവും അച്ഛൻ്റെ പിറകിൽ തന്നെയായിരുന്നു. അമ്മയില്ലാത്ത സങ്കടമുണ്ടെങ്കിലും അവൻ അതൊന്നും കാണിക്കാറില്ല. 2 ദിവസമായി അച്ഛൻ തിരക്കിലാണ്. അവനെ നോക്കാൻ പോലും നേരല്ല. അന്ന് വൈകുന്നേരത്തോടടുത്താണ് അച്ഛനും ചെറിയമ്മയും വന്നത്. അവര് വന്നുടനെ അച്ചോള് പോയി. പതിയെ അച്ഛൻ്റെ മുറിയുടെ വാതിൽ കുഞ്ഞൂട്ടൻ തുറന്നു. എന്താ മോനെ, ഇങ്ങനെയാണോ ഒരാളുടെ മുറിയിൽ കയറുക? അവൻ ചെറിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഡോറിൽ തട്ടാതെ അകത്ത് വരരുത് കേട്ടോ. അച്ഛനോ? അച്ഛൻ കുളിക്കുക, മോൻ അകത്ത് പോയി TV കാണും. അവൻ അകത്തേക്ക് നടന്നു, ആരുമില്ലാത്ത പോലെ. സാധാരണ ഈ നേരത്ത് അച്ഛനും അവനും കൂടി എന്തെങ്കിലും കളിക്കുമായിരിക്കും. പിന്നെ ഒരുമിച്ച് കുളിക്കും, ഭക്ഷണം കഴിക്കും. പെട്ടെന്നാണ് അവൻ ഓർത്തത് അവൻ ഇന്ന് കുളിച്ചിട്ടില്ല എന്ന്. കേബിൾ ഉച്ചയ്ക്ക് പോയതാണ്. TV-യിൽ വേറെ ഒന്നുമില്ല കാണാൻ. അവൻ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അടുത്ത വീട്ടിലെ രാധേച്ചി ഉണ്ണിക്കുട്ടന് ചോറ് വാരി കൊടുക്കുകയാണ്. കുഞ്ഞൂട്ടനും ഉണ്ണിക്കുട്ടനും ഒരേ ക്ലാസ്സിലാണ്. അവൻ ആ കാഴ്ച കുറേ നേരം കൂടി നോക്കി നിന്നു. അച്ഛൻ പുറത്തേക്ക് വന്നു. അച്ഛാ, നമുക്ക് ചോറുണ്ണാം. അയ്യോ, അച്ഛൻ്റെ വയറ് ഫുള്ളാടാ. അച്ഛൻ വിളമ്പ, മോൻ കഴിച്ചോ. ഒരു പാത്രത്തിൽ ചോറ് വിളമ്പി വച്ച് അച്ഛൻ മുറിയിലോട്ട് പോയി. അവിടെ നിന്നും അച്ഛനും ചെറിയമ്മയും ചിരിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. മുഴുവൻ ഉണ്ണാത്ത പാത്രം അടുക്കളയിൽ വെച്ച് അവൻ കൈ കഴുകി വീണ്ടും ആ മുറിയിലേക്ക് ചെല്ലാൻ അവനെന്തോ പേടി തോന്നി. അടുത്ത മുറിയിലെ കട്ടിലിൽ അവൻ പോയി കിടന്നു. അച്ഛൻ വരാതിരിക്കില്ല. എന്നെ കെട്ടിപ്പിടിച്ചല്ലേ അച്ഛൻ ഉറങ്ങാറ്. അവൻ അച്ഛൻ്റെ മുറിയുടെ വാതിൽക്കിലേക്ക് നോക്കിക്കിടന്നു. പതിയെ കണ്ണുകൾ അടഞ്ഞു. പിന്നീടുള്ള രാത്രികളും നിറയാത്ത വയറുമായി അവൻ കാത്തിരുന്നു. അപ്പോഴും അവൻ്റെ ജനവാതിലിനപ്പുറം രാധചേച്ചി അവൻ്റെ കൂട്ടുകാരൻ ഉണ്ണിക്കുട്ടനെ കൂട്ടുകയായിരുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.